ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെയം ജേണി. അന്വേഷിപ്പിൻ കണ്ടെത്തും. വലിയ പ്രതീക്ഷ ഒന്നുമില്ല ഞാൻ കണ്ടൊരു സിനിമ. കാരണം ട്രെയിലർ ആണെങ്കിലും നമ്മൾ ഇത് കണ്ടു പോയിട്ടുള്ള സെയിം സാധനങ്ങളായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പോയ സിനിമയാണ്. പ്രേമലും ഉണ്ടായിരുന്നു, അതുപോലെ ലാൽ സലാം ഉണ്ടായിരുന്നു. ഇതിൽ ഏതെങ്കിലും ഒന്നിന് കയറാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഫ്രണ്ടിന്റെ നിർബന്ധപ്രകാരമാണ് അന്വേഷിപ്പിൻ കണ്ടെത്തിന് കയറിയത്. ഉള്ളത് പറയാനല്ലോ, കിഡിലൻ സിനിമ. കിഡിലൻ സിനിമ എന്ന് പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. കാരണം ഒരു 80s 90s നടക്കുന്ന ഒരു കഥ ആ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. എന്താ പറയുക, ആ ഒരു ടൈമിലുള്ള വിഷ്വൽസ് ആണെങ്കിലും ആ സമയത്ത് ഉപയോഗിച്ചിരിക്കുന്ന സംഭവങ്ങളാണെങ്കിലും ഫ്രെയിംസും എല്ലാം ആ കാലഘട്ടത്തിന് കറക്റ്റായിട്ട് ഒപ്പിയെടുക്കുന്ന രീതിയിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെങ്കിൽ, വീണ്ടും പറയുന്നു, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോണർ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100% ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് അന്വേഷണം കണ്ടെത്തും. പെർഫോമൻസുകൾ എടുത്ത് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചില പെർഫോമൻസിലൊന്ന് കോട്ടയം നസീർ, അതൊരു ഇന്റർവ്യൂവിൽ വരെ ഉള്ളൂ. പിന്നെ അസീസ്, രണ്ടുപേരും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കോട്ടയം നസീറിന്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു കഥാപാത്രത്തിന്റെ ഒരു എന്താ പറയാ, ഇവരുടെ ആ ഒരു സൗണ്ടും ഡയലോഗ് ഡെലിവറിയും ആ സമയത്തുള്ള ചില എക്സ്പ്രഷൻസും അതൊക്കെ ഭയങ്കര രസമായിട്ട് വന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ അത്തരത്തിലൊരു കഥാപാത്രം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്തു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് തന്നെയാണ്, പക്ഷെ ഒരു കണിശക്കാരനായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു നമുക്ക് ദേഷ്യം തോന്നുമല്ലോ ചില ആളുകളോട്, അത്തരത്തിലുള്ള ഒരു കഥാപാത്രം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അസീസ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് വൺ ആൻഡ് ഓൺലി ടോവിനോ. അത് അങ്ങനെ തന്നെ പറയാൻ കാരണം കംപ്ലീറ്റ് ആയിട്ട് പുള്ളിക്കാരന്റെ ബേസ് തന്നെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. മറ്റുള്ള ഈ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ടോവിനോയുടെ പെർഫോമൻസ് വെച്ചിട്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് മൊത്തം. ആ തുടക്കം മുതൽ അവസാനം വരെ ഒരു ക്യാരക്ടർ പിടിച്ചിരിക്കുന്ന വിധം ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു എന്താ പറയുക, കുറച്ച് മെച്ചൂർഡ് ആയിട്ടുള്ള ആ ഒരു പോലീസുകാരന്റെ ചില പോലീസുകാർക്ക് ഉണ്ടല്ലോ ഒരു എന്താ പറയാ, മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകാതെ ഇൻവെസ്റ്റിഗേഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്പൊ അവരുടെ മുഖത്ത് വരുന്ന ചില സംഭവങ്ങൾ, അതുപോലെ നിസ്സഹായനായി പോകുന്ന സമയത്തുള്ള ചില സംഭവങ്ങൾ, അതുപോലെ ചില കണ്ടെത്തലുകൾ, അത് കിട്ടിക്കഴിയുമ്പോൾ ഒരു സംഭവം, അതുപോലെ ഈ കൈ ഇങ്ങനെ പുറകിലേക്ക് കെട്ടിയിട്ട് നിൽക്കുന്ന ഒരു മാനറിസം ഉണ്ട്. അതൊക്കെ കുറേ സ്ഥലങ്ങളിൽ അത് വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കായിരുന്നു, ഇപ്പോൾ പുള്ളിക്കാരൻ കൈ പുറകിലേക്ക് കെട്ടുമോ, അത് അറിഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു അറിഞ്ഞുകൊണ്ട് ആ ക്യാരക്ടറിനെ അങ്ങനെ കൊടുത്തിട്ടുള്ളതാണ്. കുറേ സ്ഥലങ്ങളിൽ ആ തുടക്കത്തിൽ നിൽക്കുന്ന നല്ല മഴയത്ത് നിൽക്കുന്ന സംഭവം, അതുപോലെ എൻഡില് ലാസ്റ്റ് ഭാഗത്ത് നിൽക്കുന്ന സംഭവം, അതൊക്കെ ആ ഒരു കൈ ഇങ്ങനെ കെട്ടിയുള്ള നൃത്തം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ ഫ്രെയിംസ് ആണ്. ഡയറക്ഷൻ ഭയങ്കര രസമുണ്ട്. ഓരോ ഫ്രെയിമും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റിംഗ് വളരെ നല്ല സ്ക്രിപ്റ്റിംഗ്, നീറ്റായിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ ഈ കെട്ടിപ്പിടഞ്ഞ് കിടക്കുന്ന വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ള നമ്മൾ ഹോളിവുഡിൽ കാണുന്ന ടൈപ്പ് അങ്ങനത്തെ സാധനമൊന്നുമല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ ആ ഒരു സസ്പെൻസ്, അതുപോലെ ഒരു ത്രിൽ, അത് തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് കാണുന്ന പ്രേക്ഷകന്റെ ഉള്ളിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. ഒരിക്കലും നിങ്ങൾക്ക് ഒരു മോശം ഒരു ഫീല് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ നിങ്ങൾ വലിയ വലിയ സംഭവങ്ങൾ വലിയ ഹൈപ്പൊക്കെ വെച്ചിട്ട് പോയി കാണേണ്ട പടമല്ല. എന്നാൽ രണ്ടര മണിക്കൂർ 2 മണിക്കൂർ 23 മിനിറ്റ് എങ്ങാണ്ടുണ്ട്. ആ സമയം നിങ്ങൾക്ക് വളരെ ത്രില്ലായിട്ട് തന്നെ, ഒരു സീറ്റഡ് സംഭവങ്ങളൊക്കെ ചില സമയത്തൊക്കെ വരും. ആ സമയത്തൊക്കെ നമുക്കത് കറക്റ്റായിട്ട്, അതായത് ടോവിയുടെ ആ ഒരു കഥാപാത്രം അനുഭവിക്കുന്ന ഓരോ ഫീലിങ്സും കഥാപാത്രത്തിലേക്ക് മീൻസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു വരേണ്ട സംഭവമാണ് ഇതിലെ സൗണ്ട് മിക്സിങ്. ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ സസ്പെൻസ് ഇങ്ങനെ പ്ലേ ചെയ്യുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള BGM ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി മഴ, ആ മഴയുടെ ഫീൽഡ്, ഒരു പെരുമഴ പെയ്യാന്ന് പറയില്ലേ, ആ സംഭവം കുറേ സ്ഥലങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ആ തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ശരിക്കും മഴ പെയ്യുന്ന പോലത്തെ ഫീല് കിട്ടും. അതുപോലെ ചില സ്ഥലത്ത് ജീപ്പ് ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ ഈ ബാക്കിൽ നിന്ന് ഇങ്ങനെ ജീപ്പ് വരുന്നൊരു ഫീൽ നമുക്ക് കിട്ടും. മുന്നിലേക്ക് പോകുമ്പോൾ മുന്നിലുള്ള സൗണ്ട് കിട്ടും. അങ്ങനെ സൗണ്ടിങ് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിൽ വളരെ എന്താ പറയാ, അങ്ങനെ ടെൻഷൻ അടിച്ച് കാണുന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് ഒരു സസ്പെൻസ്, ഇനി എന്ത് സംഭവിക്കും, പിടിക്കപ്പെടുമോ, ആരാണ്, എന്താണ്, എന്ത് സംഭവിച്ചു എന്നൊക്കെയുള്ള ഒരു സംഭവം കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ള, എന്നാൽ റിലാക്സ്ഡ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ് അന്വേഷണം കണ്ടെത്തും. അപ്പോൾ വർത്ത് വാച്ച്, അങ്ങനെ തന്നെയാണ് പറയാനുള്ളത്. വൺ ടൈം വാച്ചബിൾ ആണ്. എന്നാൽ വളരെ മോശം, അല്ലെങ്കിൽ ആവറേജ് ഒന്നുമല്ല. എനിക്കൊരു എബോ ആവറേജ് ഫീൽ കിട്ടി. എല്ലാവർക്കും അങ്ങനെ തന്നെ കിട്ടണമെന്നില്ല. എനിക്ക് വളരെ നല്ലൊരു സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സോ കണ്ടിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും കാണാം. കടന്നവരെ.